ഓക്കെ, ഇനി നമ്മൾ PDF ആ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ PMF അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. സോ ഓടിച്ച് നിങ്ങൾക്കൊന്ന് ഏതൊക്കെ ഡിസ്ട്രിബ്യൂഷൻസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്ക ഉള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. നോക്കേണ്ടെന്നുള്ളതിന്റെ ഒരു ഓവർവ്യൂ പോലെ തരുവാണ്. ജസ്റ്റ് ഇക്വേഷൻസ് നമ്മളെ ഓരോ ഡിസ്ട്രിബ്യൂഷൻ ഏതൊക്കെയാണ്, അതിന്റെ PDF എങ്ങനെ വരും, മീനും വേരിയൻസ് എത്രയും എങ്ങനെയൊക്കെ വരും, അത്രയും കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. CDF അതൊന്നും നോക്കുന്നില്ല. ഐ വിൽ ജസ്റ്റ് ടെൽ യു ദ ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കൊന്ന് ഒരു റിവിഷൻ പോലെ ആകും. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടെ വെച്ചാൽ നമ്മുടെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, നമ്മുടെ ഡേറ്റ ഡിസ്ട്രിബ്യൂട്ട് ആയി കിടക്കുന്നത് രണ്ട് രീതിയിൽ വരാം. ഒന്ന് ഡിസ്ക്രീറ്റ് ആയിരിക്കും, ഒന്ന് കണ്ടിന്യൂസും ആയിരിക്കും. അതായത് ഡിസ്ക്രീറ്റ് എന്ന് പറയുമ്പോൾ ഡിസ്ക്രീറ്റും കണ്ടിന്യൂസിന്റെ കേസ് നിങ്ങൾ പഠിച്ചു അല്ലേ. ആ ഒരു വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ടേക്ക് പെർട്ടിക്കുലർ വാല്യൂസ്. ഒരു പെർട്ടിക്കുലർ വാല്യൂ എടുക്കുമ്പോൾ അത് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഒരു റേഞ്ചിനകത്ത് ഫോളോ ചെയ്യുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ഡിസ്ട്രിബ്യൂഷൻസും ഉണ്ട്. സോ ഡിസ്ക്രീറ്റിനകത്ത് കുറച്ച് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്, കണ്ടിന്യൂസിനകത്തും കുറച്ച് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. ഡിസ്ക്രീറ്റിനകത്ത് വരുന്ന ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, ബൈനോമിയൽ, പിന്നെ യൂണിഫോം ഉണ്ട്. യൂണിഫോം ആക്ച്വലി ഡിസ്ക്രീറ്റിലും കണ്ടിന്യൂസിലും ഉണ്ട് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം. യൂണിഫോം പോയിസൺ. ഇനി കണ്ടിന്യൂസ് വരുവാണെങ്കിൽ, കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസ് ആണെങ്കിൽ വി ഹാവ് നോർമൽ, പിന്നെ ഈ പറഞ്ഞ പോലെ യൂണിഫോം, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇതാണ് കൂടുതലും ചോദിക്കാറുള്ളത്, യൂണിഫോം അല്ലെങ്കിൽ റെക്ടാങ്കുലർ എന്നും പറയും. റെക്ടാങ്കുലർ, ദെൻ എക്സ്പൊണൻഷ്യൽ. ഓക്കെ, എക്സ്പൊണൻഷ്യൽ രണ്ടിലും മൂന്നെണ്ണം വെച്ചിട്ടാണുള്ളത്. കോമൺ ആയിട്ടുള്ളത് യൂണിഫോം ആണ്. ഡിസ്ക്രീറ്റിൽ വരുന്ന ബൈനോമിയലും പോയിസോണും, കണ്ടിന്യൂസിൽ നോർമലും എക്സ്പൊണൻഷ്യലും. ഓക്കെ, ഇതില് നമ്മുടെ ADയുടെ എക്സാമിന് ഇതിൽ നിന്ന് എല്ലാത്തിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ബട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇതിന്റെ ഇക്വേഷൻസ് അല്ലേ. സോ സ്റ്റാർട്ടിംഗ് വിത്ത് ഇതിപ്പോ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ബൈനോമിയലും യൂണിഫോമും പോയിസോണും. അപ്പൊ ബൈനോമിയൽ വരുമ്പോ, ബൈനോമിയലിന്റെ PDF ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അറിയാന്നുള്ള ആരെങ്കിലും പറഞ്ഞോളൂ. P of x ഈക്വൽ ടു അറിയാമോ? NCX P റൈസ് പറഞ്ഞോളൂ, Q raised to n minus x. അപ്പൊ യെസ്, അതിന്റെ എക്സ്പെക്ടേഷനോ മീൻ വരുമ്പോ, മീനിന്റെ ഇക്വേഷനും കൂടെ ഒന്ന് പറയാമോ? ഓക്കെ, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ NP ആണ്. അതായത് മീൻ എന്ന് പറഞ്ഞാൽ NP, വേരിയൻസ് ഓഫ് എക്സ് NPQ. ഓക്കെ, നിങ്ങൾ എന്നെ ഞാൻ ചോദിച്ചിട്ട് 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് നിങ്ങളൊന്നും പറയാത്തോണ്ടോ ഞാൻ പറയുന്നത്. ആക്ച്വലി നിങ്ങൾ പറയാൻ വരുമ്പോൾ ഞാൻ ഉടനെ അടുത്ത് പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഒരു ചെറിയ ക്ലാഷ് വരുന്നുണ്ട്. ചോദിക്കുമ്പോൾ ഉടനെ പറയുക, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞു ടൈം അങ്ങനെ കളയാനില്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകും. ഓക്കെ, അടുത്ത് വരുന്നത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ PDF അറിയാവോ ആർക്കെങ്കിലും? ഓക്കെ, P of x എന്നുള്ളത് നമ്മൾ എഴുതുന്നത് 1/n എന്നാണ് എഴുതുന്നത് കേട്ടോ. 1/n വേർ x എന്ന് പറയുന്നത് x അല്ല ആക്ച്വലി, for x is equal to 1, 2, 3 up to n. And 0 otherwise. ഓക്കെ, ഇതാണ് P of x വരുന്നത്. നമുക്ക് യൂണിഫോമില്
കണ്ടിന്യൂസ് ആണ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. ഇത് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. നമ്മൾ അങ്ങനെ പൊതുവെ പ്രോബബിലിറ്റി പഠിക്കുമ്പോഴും ഈ ഡിസ്ക്രീറ്റിന്റെ യൂണിഫോം അങ്ങനെ പഠിക്കാറില്ല. ബട്ട് ഇതും കൂടെ ഉള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഇതിൽ അങ്ങനെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഐ തിങ്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസിലും ഇല്ല, ഇത് അങ്ങനെ ചോദിക്കാറും ഇല്ല. ബട്ട് കണ്ടിന്യൂസ്ലി വരുന്ന യൂണിഫോം അതായത് റെക്ടാംഗുലർ ഡിസ്ട്രിബ്യൂഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ബട്ട് ഇതും കൂടെ നിങ്ങളൊന്ന് നോക്കി വെച്ചിരുന്നാൽ മാത്രം മതി. ഇതിന്റെ മീൻ വന്നിട്ട് മ്യൂ ഇസ് ഈക്വൽ ടു n പ്ലസ് 1/2. വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ഈക്വൽ ടു n സ്ക്വയർ മൈനസ് 1/12 ആണ്. ഇനി വരുന്നതാണ് പോയിസോൺ. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ ഉറപ്പാണ്. നമ്മൾ ഈ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാം 12 മാർക്കാണ് പ്രോബിലിറ്റിയിൽ വരുന്നത്. അതിലൊരു 4-5 ക്വസ്റ്റ്യൻസും ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഐ തിങ്ക് 4 ക്വസ്റ്റ്യൻസ് എന്തായാലും ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് ഉണ്ടായിരുന്നു. അപ്പൊ അതും ഈസി വൺസ് ആയിരുന്നു. സോ നിങ്ങൾ വിട്ട് കളയാതെ പഠിക്കാം. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. e⁻ ലാംഡ ലാംഡ റൈസ് ടു x ബൈ x ഫാക്ടോറിയൽ വേർ x ക്യാൻ ടേക്ക് വാല്യൂ 0, 1, 2 ആൻഡ് ലാംഡ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആണ്, ഗ്രേറ്റർ ദാൻ 0 ആണ്. പോയിസോൺ ഡിസ്ട്രിബ്യൂഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ മീനും വേരിയൻസും, മീൻ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സും വേരിയൻസും ഈക്വൽ ആണ്. വേരിയൻസ് ഓഫ് എക്സും ഈക്വൽ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ലാംഡ. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് ആണ്. ഇനി കമ്മിങ് ടു ദ കണ്ടിന്യൂസ് വൺസ്. കണ്ടിന്യൂസ് നമ്മളുണ്ട്, നോർമൽ ഉണ്ട്, യൂണിഫോം ഉണ്ട്, എക്സ്പോണൻഷ്യൽ ഉണ്ട്. അപ്പൊ നോർമൽ വരുമ്പോൾ ഫസ്റ്റ് നോർമൽ നോക്കാം. നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് എഫ് ഓഫ് എക്സ് ആണ് അല്ലെ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/σ റൂട്ട് ഓഫ് 2π e raised to minus x minus mu the whole square divided by 2 sigma square. വേർ എക്സും മ്യൂവും എങ്ങനെ വേരി ചെയ്യും എന്നുള്ളതും കൂടെ നോക്കണം. -∞ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി. അതുപോലെ തന്നെ സെയിം ആണ് മീനിനും വരുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഗ്രേറ്റർ ദാൻ 0 പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ എക്സ് എന്നുള്ള ഒരു റാൻഡം വേരിയബിൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവെ എഴുതുന്ന ഒരു രീതി ഇങ്ങനെയാണ്: എക്സ് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് മീൻ, മ്യൂ ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരു ഡിസ്ട്രിബ്യൂഷൻ എഴുതുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് തന്നെ ഈ കേസിൽ ഇഫ് മ്യൂ ഇസ് ഈക്വൽ ടു 0, മീൻ 0യും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1ഉം ആകുമെങ്കിൽ ഈ എഫ് ഓഫ് എക്സ് എന്നുള്ള ചെറിയൊരു ചേഞ്ച് വരും അല്ലെ. നമ്മൾ സിഗ്മയ്ക്ക് 1ഉം മ്യൂവിന് 0യും കൊടുത്താൽ മതി. അതിനെ നമ്മൾ എന്താന്ന് വിളിക്കുന്നത്, സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ പറഞ്ഞത്. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇത് വെറും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. മ്യൂ ഈക്വൽ ടു 0, സിഗ്മ ഈക്വൽ ടു 1 വന്നാൽ വി കോൾ ഇറ്റ് ആസ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ എഫ് ഓഫ് എക്സ് എങ്ങനെ മാറും? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു e raised to -x square by 2 divided by root of 2π. ഓക്കെ, ഇത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. സെക്കൻഡ് വൺ ആണ് യൂണിഫോം ഓർ റെക്ടാംഗുലർ വരുന്നത്. യൂണിഫോം ഓർ റെക്ടാംഗുലറിൽ വരുമ്പോഴത്തേക്കും എഫ് ഓഫ് എക്സ് വന്നിട്ട് 1/b മൈനസ് എ. മീനും വേരിയൻസും ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ വെയിറ്റ് ചെയ്യാം. ആരെങ്കിലും പറഞ്ഞോ? അറിയുന്നുള്ളവർ പറഞ്ഞോളൂ. mu sigma square mu മ്യൂവും സിഗ്മ സ്ക്വയറും ആണ് അല്ല. ഇതിനൊരു വാല്യൂ ഉണ്ടല്ലോ യൂണിഫോമിൽ, നമ്മൾ എന്റെ ബിന്റെ ടേംസിൽ എഴുതൂലേ? a+b/2 ആണോ? അതെ, മീൻ എന്ന് പറയുന്നത് നമ്മൾ ആവറേജ് എടുക്കും. ആ ലിമിറ്റ്സിന്റെ ബിന്റെ എന്റെയും ആവറേജ് എടുക്കും. പിന്നെ സിഗ്മ സ്ക്വയർ വന്നിട്ട് b മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 12. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഈ ഇക്വേഷൻസും ഓർത്ത് വെച്ചിരിക്കുക. ഈ ജസ്റ്റ് ഈ ഇക്വേഷൻസ് അറിയുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് വെറുതെ 2-3 മാർക്ക് അവിടെ എക്സാമിന് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ADക്ക് അങ്ങനെയാണ് ചോദിച്ചത്. സോ ഇത് ബേസിക് ആയിട്ട് അറിഞ്ഞാൽ തന്നെ നമുക്ക് അതിൽ നിന്ന് എന്തായാലും 1-2 ക്വസ്റ്റ്യൻസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ലാസ്റ്റ് വൺ ആണ് എക്സ്പോണൻഷ്യൽ വരുന്നത്. എക്സ്പോണൻഷ്യലില് എഫ് ഓഫ് എക്സ് വന്നിട്ട് ലാംഡ e raised to -λx. നമുക്ക് ഈ ലാംഡയും എക്സും ചേർന്ന് വരുന്നത് എക്സ്പോണൻഷ്യലും ഉണ്ട്, ഡിസ്ക്രീറ്റില് പോയിസോണിലും ഉണ്ട്. രണ്ടും കൂടെ തിരിഞ്ഞു പോയത് പൊതുവെ കണ്ടിട്ടുള്ള സ്റ്റുഡൻസ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷനും പിന്നെ എക്സ്പോണൻഷ്യലും തമ്മിൽ കൺഫ്യൂസ്ഡ് ആകുന്നത് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഓർക്ക, ഡിസ്ക്രീറ്റിലാണ് നമുക്ക് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉള്ളത്. അതായത് ഒരു ഫ്രാക്ഷൻ പോലെ ഉള്ളത്
ഡിസ്ക്രീറ്റിൽ വരുന്നതാണ്, അത് പോയിസോണിൽ. ഓക്കെ, അപ്പൊ ഡി ഡിസ്ക്രീറ്റ് താഴെ ഡിനോമിനേറ്റർ ഉണ്ട്, അങ്ങനെ ഓർത്താലും മതി. പക്ഷെ നമുക്ക് എക്സ്പോണൻഷ്യൽ വരുമ്പോൾ ഒറ്റ ടേമേ ഉള്ളൂ അല്ലെ, ഫ്രാക്ഷൻ ആയിട്ടൊന്നും ഇല്ല. ലാംഡ ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സ്. ഓക്കെ, അത് കൺഫ്യൂസ്ഡ് ആയത് ചിലർ ഈ എക്സ്പോണൻഷ്യലിലും ഇതും കൺഫ്യൂസ് ചെയ്ത് വെക്കാറുണ്ട്. ഓക്കെ, ദെൻ മീൻ വന്നിട്ട് മ്യൂ ഇസ് ഈക്വൽ ടു 1 by ലാംഡ, വേരിയൻസ് വന്നിട്ട് സിഗ്മ സ്ക്വയർ ഈക്വൽ ടു 1 by ലാംഡ സ്ക്വയർ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് വന്നത്. ഓക്കെ, പുതിയതായിട്ട് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവും, പക്ഷെ പഠിച്ചവർക്കാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ജസ്റ്റ് ഒരു റിവിഷൻ പോലെ ഇപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, സോ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. സോ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് ഈ ഡിസ്ട്രിബ്യൂഷൻസിൽ നിന്നും ലാംഡ എന്ന് പറഞ്ഞാൽ എന്തുവാ? ചോദിക്കും, പറഞ്ഞോളാം. ലാംഡ എന്ന് പറഞ്ഞാൽ എന്തുവാ? കട്ടായി കേൾക്കുന്നില്ല, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ലാംഡ ലാംഡ ലാംഡ. ഹലോ 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 മാം, കേക്കാവോ? ഹലോ, നിമിഷ മിസ്സേ കോളിലുണ്ടോ? കേൾക്കാൻ പറ്റുന്നില്ലേ? ഹലോ, ഞാൻ പറയുന്ന കേൾക്കാവോ? ഹലോ, ഇപ്പൊ ആ മിസ് പറയുന്ന കേൾക്കുന്നുണ്ട്. ഇനി പറഞ്ഞോളൂ. കേൾക്കാം. ആ, എന്താ ലാംഡ എന്ന് പറയുന്നത് എന്തുവാ? എന്താ ലാംഡ ലാംഡ എന്ന് പറയുന്നത് എന്തുവാ? അത് ജസ്റ്റ് ഒരു പാരാമീറ്റർ ആണ്. ഓക്കെ ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. തന്നിരിക്കും. ഓക്കെ ഓക്കെ, അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോഴത്തേക്കും അത് മനസ്സിലാവും. ഓക്കെ, ഓക്കെ. സോ ഞാൻ പറഞ്ഞു തന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻസ് ബേസ് ചെയ്തിട്ടുള്ള അസിസ്റ്റന്റ് ഡയറക്ടറിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് കൈൻഡ് ഓഫ് വെരി ഈസി ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പറ്റുന്നൊരു സോൾവ് ചെയ്ത് തുടങ്ങിക്കോളൂ. സോ ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പൊ റാൻഡം വേരിയബിൾ ഫോളോസ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പി ഓഫ് 1 ഈക്വൽ ടു പി ഓഫ് 0, ദെൻ മീൻ ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇവിടെ ഒരു റാൻഡം വേരിയബിൾ ഉണ്ട്, അത് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത് പറഞ്ഞിട്ട്. അപ്പൊ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ പി ഓഫ് എക്സും മീനും വേരിയൻസ് ഒക്കെ ഓർത്തെടുക്കണം. ഓക്കെ, നമ്മൾ പറഞ്ഞു പോസോൺ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റിൽ വരുന്നതാണ്. ഇതിലാണ് ടി റൈസ് ടു ടേം ഒക്കെ ഉള്ളത് അല്ലെ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒക്കെ വരുന്നത്. അതില് പി ഓഫ് 1ഉം പി ഓഫ് 0യും സെയിം ആണെന്നാണ് പറയുന്നത്. അതായത് അതിൽ എക്സിന്റെ വാല്യൂ 1ഉം എക്സിന്റെ വാല്യൂ 0യും ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്, ഈക്വൽ ആയിട്ടുള്ള വാല്യൂ ആണ് കിട്ടുന്നതെന്നാണ്. അങ്ങനെയാണെങ്കിൽ മീൻ എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ PDF എഴുതാം. പി ഓഫ് എക്സ് ഇക്വൽ ടു ഇ റൈസ് ടു മൈനസ് ലാംഡ, ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. വേറെ എക്സ് എന്ന് പറയുന്നത് 0, 1, 2 എന്ന വാല്യൂസ് എടുക്കാം. ലാംഡ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും അല്ലെ, ഗ്രേറ്റർ ദാൻ 0. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് മീൻ എത്രയെന്നാണ്. അപ്പൊ മീനിന്റെ ഇക്വേഷൻ നമ്മൾ അറിയണം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ലാംഡയാണ്. ഓൾസോ പോയിസോൺ ഡിസ്ട്രിബ്യൂഷന് നമുക്കറിയാം വേരിയൻസ് എന്ത് തന്നെയാണ്, ലാംഡയാണ്. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് മീനിന്റെ ഇക്വേഷൻ മാത്രമാണ്. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇവർ തന്നിട്ടുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പി ഓഫ് 1 ഈക്വൽ ടു പി ഓഫ് 0 അല്ലെ, പി ഓഫ് 1 ഈക്വൽ ടു പി ഓഫ് 0. ഇത് വെച്ച് നമുക്ക് മീൻ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പൊ എന്താ ചെയ്യുന്നത്, ഞാൻ ഈ 1ഉം 0 എന്ന വാല്യൂ നമ്മുടെ PDF-ലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്, എക്സിന് 1 കൊടുക്കുമ്പോഴത്തേക്കും ഇ റൈസ് ടു മൈനസ് ലാംഡ, ലാംഡ റൈസ് ടു 1 ബൈ 1 ഫാക്ടോറിയൽ ഈക്വൽസ് പി ഓഫ് 0 വരുമ്പോഴത്തേക്കും എക്സ് കിടക്കുന്നിടത്തേക്ക് 0 കൊടുക്കും. ഇ റൈസ് ടു മൈനസ് ലാംഡ, ലാംഡ റൈസ് ടു 0 ബൈ 0 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻടു ലാംഡ ബൈ 1 ഫാക്ടോറിയൽ 1 തന്നെയാണ്. ഇ റൈസ് ടു മൈനസ് ലാംഡ, ഇനി നമ്പർ റൈസ് ടു 0 ഇസ് 1, പിന്നെ ഇവിടെ 0 ഫാക്ടോറിയൽ 1 ആണ്. പിന്നെ ഇ റൈസ് ടു മൈനസ് ലാംഡയും ക്യാൻസൽ ആയി പോവും. ലാംഡ ഈക്വൽ ടു നമുക്ക് 1 എന്നാണ് കിട്ടുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ആൻസർ എന്താണ്, ഓപ്ഷൻ എ. യെസ്, 1 ആണ് ആൻസർ. അതെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. Coming to the next question. Variance of the uniform distribution with probability density function f of x 1 by 3 x falling in the range 3 to 6. ഓക്കെ, അപ്പൊ ഇവിടെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വേരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. PDF തന്നിട്ടുണ്ട്. PDF ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലായി, ഇത് യൂണിഫോം ആണെങ്കിലും കണ്ടിന്യൂസിന്റെതാണ്. ഞാൻ പറഞ്ഞു ഡിസ്ക്രീറ്റിന്റെ അങ്ങനെ ഇമ്പോർട്ടന്റ് അല്ല, കണ്ടിന്യൂസ് ആണ് ചോദിച്ച് കാണാറുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടിന്യൂസിന്റെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ റെക്ടാംഗുലർ ഡിസ്ട്രിബ്യൂഷന്റെ ഇക്വേഷൻസ് വേഗം നേരെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ബൈ ബി മൈനസ് എ എന്നാണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്നുള്ളത്
എ പ്ലസ് ബി ബൈ ടു വേരിയൻസ് വേരിയൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. വേരിയൻസ് എന്നുള്ളത് ബി മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 12 അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ഫംഗ്ഷൻ ഈ 1/b-a എന്നുള്ളത് എന്താന്ന് തന്നിട്ടുണ്ട്, 1/3 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഈ റേഞ്ച് എ ടു ബി, ആ റേഞ്ച് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ പ്രത്യേകിച്ച് വേറെ കാൽക്കുലേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എയും ബിയും നമുക്ക് അറിയാം അല്ലെ. എ എന്ന് പറയുന്ന 3യും ബി എന്ന് പറയുന്ന 6ഉം ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എ ഈസ് ഈക്വൽ ടു 3/4 അതെ, 3/4 ആണ് ആൻസർ. ബി എന്നുള്ളത് 6ഉം ആണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഇക്വേഷൻ ഇട്ട് കൊടുക്കാമല്ലോ. 6 മൈനസ് 3 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 12. ഓക്കെ, അപ്പം 3 സ്ക്വയർ ബൈ 12 9/12. 3യിൽ പോകുമ്പോൾ 3/4 വരും. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ബേസിക് ആയിട്ട് ഇക്വേഷൻ അറിയെങ്കിൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് നമുക്ക് ഒരു ആൻസർ, ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതൊന്നും ഈ സ്റ്റെപ്പ് ഒന്നും എഴുതണ്ട, നമുക്ക് ഈ ഇക്വേഷൻ അറിയെങ്കിൽ മൈൻഡ് കാൽക്കുലേഷനുള്ള ഇതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ AD എക്സാമിന് പൊതുവെ കിട്ടിയ ക്വസ്റ്റ്യൻസ് എല്ലാം എന്തായിരുന്നു, ഈസി ടു മോഡറേറ്റ് ആയിരുന്നു എന്നുള്ളത്. ഓക്കെ, again next one, another easy question. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് മീൻ ആൻഡ് വേരിയൻസ് തന്നിട്ടുണ്ട്. ദാറ്റ് 4ഉം 2 എന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഫെയിലുവർ. ഓക്കെ, അപ്പോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ് ആണ്. ഇതിൽ പി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസും ക്യൂ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഫെയിലുവർ ആണ്. അപ്പൊ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ഫെയിലുവർ ക്യൂ എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവർ എന്തൊക്കെ തന്നിട്ടുണ്ട്, മീൻ തന്നിട്ടുണ്ട്. മീൻ ഈക്വൽ ടു നമുക്കറിയാം എൻ പി എന്നാണ് എഴുതുന്നത് അല്ലെ. എൻ പി ഈക്വൽ ടു 4 എന്നും വേരിയൻസ് എന്ന് പറയുന്നത് എൻ പി ക്യൂ ഈക്വൽ ടു 2 എന്നും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യൂവിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ, പ്രോബബിലിറ്റി ഓഫ് ഫെയിലുവർ. അപ്പൊ ഇതിൽ എങ്ങനെ ചെയ്യാം, നമുക്ക് എൻ പിയുടെ വാല്യൂ 4 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം പോരെ. അപ്പോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് എൻ പി ഈക്വൽ ടു 4 ഇൻ ദ സെക്കൻഡ് ഇക്വേഷൻ. അപ്പൊ എന്ത് വരും, 4 ഇൻറ്റു ക്യൂ ഈസ് ഈക്വൽ ടു 2 എന്ന് വരും. 2 വിച്ച് ഇസ് ക്യൂ ഈസ് ഈക്വൽ ടു 2/4 1/2. ഓപ്ഷൻ എ. സിമ്പിൾ അല്ലേ, ഇതും ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Next one, if x follows normal distribution with mean 10 and variance 4, p of x less than 10 equals. ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഫോളോസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ എന്ന് പറയുന്നത് 10ഉം വേരിയൻസ് എന്നുള്ളത് 4 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 10 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ PDF ഇതൊന്നും എഴുതി സമയം കളയേണ്ട ആവശ്യമില്ല. ഇവിടെ ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കർവ് എങ്ങനെ വരും എന്നുള്ളത്. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കർവ് എന്ന് പറഞ്ഞൊരു ബെൽ ഷേപ്ഡ് കർവ് ആണ്. ആൻഡ് ഇതെന്ന് പറയുന്നത് സിമെട്രിക് അബൌട്ട് ദ മീൻ ആണ്. സിമെട്രിക് അബൌട്ട് ദ മീൻ. അപ്പൊ മീൻ ഈക്വൽ ടു മ്യൂ എന്നുള്ളത് ഈ സെന്റർ ലൈൻ ആയിട്ട് വരും. അപ്പൊ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള പോർഷനും റൈറ്റ് സൈഡിലുള്ള പോർഷനും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. കാരണം സിമെട്രിക് ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അപ്പോ ഈ പ്രോബബിലിറ്റി നമ്മൾ ജനറലി നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ഹോൾ കർവിന്റെ ഏരിയ നമ്മൾ 1 എന്നാണ് അസ്യൂം ചെയ്യുന്നത്. ഏരിയ അണ്ടർ ദി കർവ് എന്ന് പറയുന്നത് 1 ആയിട്ടാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഈക്വൽ ആയിട്ടാണല്ലോ ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുള്ളത്. സോ ഈ ഏരിയയുടെ പകുതി 0.5 എന്നുള്ളത് ലെഫ്റ്റ് സൈഡിലും പകുതി എന്നുള്ളത് ഇപ്പുറത്തെ റൈറ്റ് സൈഡിൽ വരും. 0.5 രണ്ടും കൂടെ ആഡ് ആയിട്ട് 1 വരും. ഇതാണ് ജനറലി നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസ് വരുന്നത്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 10. ഓക്കെ, അപ്പൊ ഈ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ പ്രോബബിലിറ്റി തന്നെയാണ് ഡിസ്ട്രിബ്യൂഷൻ കാണിച്ചിട്ടുള്ളത്. അപ്പോ ഈ നമ്മൾ സിമെട്രിക് അബൌട്ട് മീൻ എന്ന് പറഞ്ഞു. ആൻഡ് വി നോ ദാറ്റ് മീൻ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, 10 ആണ് അല്ലെ. അപ്പം ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ മ്യൂ ഇസ് ഈക്വൽ ടു 10 ആണ്. അപ്പോ ലെസ് ദാൻ 10 വരുന്ന വാല്യൂസ് എല്ലാം ലെഫ്റ്റ് സൈഡിലും ഗ്രേറ്റർ ദാൻ 10 വരുന്ന വാല്യൂസ് എല്ലാം റൈറ്റ് സൈഡിലും വരും. ചോദിച്ചിട്ടുള്ളത് എന്താണ്, പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 10 അല്ലെ. അതായത് മീനിന്റെ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള ഇതിന്റെ പ്രോബബിലിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് കാൽക്കുലേഷന്റെ ഒക്കെ ആവശ്യമുണ്ടോ, ഇനി PDF എഴുതി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഈ ഒരു ജസ്റ്റ് ലോജിക് അറിയാം എങ്കിൽ നമുക്ക് എന്താ ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ഇത് 0.5 ആണെന്ന് പറയാം. കാരണം ലെസ് ദാൻ 10 വരുമ്പോൾ ഈ ഒരു റീജിയൻ വരും. ഓക്കെ, അപ്പൊ 0.5 ആണ് നമ്മുടെ ഇവിടുത്തെ ഈ ഒരു റീജിയനിലെ വാല്യൂസ് വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി.
ഓക്കെ, സോ 4 ക്വസ്റ്റ്യൻ ആയിരുന്നു നമുക്ക് AD എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ തന്നെ കുറച്ച് നോക്കാം. സോ വാട്ട് ഈസ് ദി എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വെയർ n ഈക്വൽ ടു 16 ആൻഡ് p ഈസ് ഈക്വൽ ടു 0.85. ഓക്കെ, ഇപ്പൊ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ n-ന്റെ വാല്യൂ തന്നിട്ട് p തന്നിട്ടുണ്ട്. എക്സ്പെക്ടഡ് വാല്യൂ, എക്സ്പെക്ടേഷൻ ഓഫ് x, അതായത് മീൻ ആണ് ചോദിച്ചിട്ടുള്ളത്. മീനിന്റെ വാല്യൂ എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് എളുപ്പമല്ലേ? മീൻ എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം. മീൻ ഇസ് ഈക്വൽ ടു NP അല്ലെ? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്ന് പറയുന്നത് NP ആണ്. അപ്പൊ n എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട് 16, p യും തന്നിട്ടുണ്ട് 0.85. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും? 16 into 85/100, 17/20, 4, 5, 13.6 അടുപ്പിച്ചു വരും. യെസ്, ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആൻസർ. ഇവിടെ ജസ്റ്റ് നമുക്ക് മൾട്ടിപ്ലൈ മാത്രം ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫോൾസ് അബൌട്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് ഫാക്ട് ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ പറ്റി തെറ്റായിട്ടുള്ളത്? നിങ്ങൾ എന്നെ ഒന്ന് വായിച്ചിട്ടൊന്ന് പറഞ്ഞേ. നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്തല്ലേ ഉള്ളൂ, ഇപ്പോ നിങ്ങൾക്ക് പറയാൻ പറ്റണം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടിന്യൂസ് ആണോ? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കണ്ടിന്യൂസ് ആണ് വരുന്നത്. നമ്മൾ ആ ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻസ് പറഞ്ഞപ്പോൾ ഡിസ്ക്രീറ്റിന്റെ നമ്മൾ ബൈനോമിയൽ പറഞ്ഞു, യൂണിഫോം പറഞ്ഞു, പോയിസോൺ പറഞ്ഞു. പിന്നെ കണ്ടിന്യൂസ് വന്നപ്പോഴാണ് നമ്മൾ എന്ത് പറഞ്ഞത്? നോർമൽ, യൂണിഫോം അല്ലെങ്കിൽ റെക്ടാംഗുലർ, എക്സ്പോണൻഷ്യലും വന്നത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് പോയിന്റ് തന്നെ എന്താ എടുത്തിട്ടുള്ളത്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് അപ്ലൈഡ് ഫോർ ഡിസ്ക്രീറ്റ് റാൻഡം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള റാൻഡം ഡിസ്ട്രിബ്യൂഷൻ ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്, അല്ല നമ്മൾ കണ്ടിന്യൂസിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് തെറ്റാണെന്ന് നമുക്ക് ആദ്യത്തെ പോയിന്റ് വായിക്കുമ്പോഴേ കിട്ടിയല്ലേ. സോ ഓപ്ഷൻ A ആണ് റൈറ്റ് ആൻസർ. ഏതാ ഫോൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് തന്നെയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിക്കത്. ഷേപ്പ് ഓഫ് ദ നോർമൽ കർവ് ഈസ് ബെൽ ഷേപ്ഡ്. അതും പറഞ്ഞു, നമ്മള് ബെൽ ഷേപ്പിലാണ് നോർമലിന്റെ കർവ് വരുന്നത്. പിന്നെ ആ നോർമൽ കർവിന്റെ ഏരിയ എന്ന് പറയുന്നത് 1 ആണ്. പിന്നെ സ്റ്റാൻഡേർഡ് നോർമൽ കർവ് ഈസ് സിമെട്രിക് അബൌട്ട് ദ വാല്യൂ 0. ഞാൻ സ്റ്റാൻഡേർഡ് സാധാരണ നമ്മൾ പറഞ്ഞ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന ഇതെന്ന് പറയുന്നത് മീനിന് സിമെട്രിക്കൽ ആണെന്ന് പറഞ്ഞു അല്ലെ? മീനിന് സിമെട്രിക്കൽ ആയിരിക്കും. അപ്പോൾ സ്റ്റാൻഡേർഡ് നോർമൽ കർവ് വരുമ്പോൾ എന്താ വ്യത്യാസം? സ്റ്റാൻഡേർഡ് നോർമൽ കർവ് വരുമ്പോൾ നമുക്കറിയാം സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ മ്യൂ ഇസ് ഈക്വൽ ടു 0 ആണ് അല്ലെ? അപ്പൊ ഇവിടെ മ്യൂ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് നോർമലിന്റെ കേസ് വരുമ്പോൾ ഈക്വൽ ടു 0. അപ്പോൾ സ്റ്റാൻഡേർഡ് നോർമൽ കർവ് 0ക്കാണ് സിമെട്രിക് ആയിട്ട് വരുന്നത്. അപ്പൊ അത് കറക്റ്റ് ആണ് അല്ലെ? അപ്പോൾ ഈ 3 കറക്റ്റ് ആണ്. ഫസ്റ്റ് ഓപ്ഷൻ ആണ് തെറ്റായിട്ട് വരുന്നത്, ഓപ്ഷൻ 1. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.